ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ നാളായി ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഞാനിന്നൊരു മാങ്ങ വെച്ചുള്ള ഒരു സ്വീറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഫ്രിഡ്ജിലാണെങ്കിൽ മാങ്ങ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മാങ്ങാത്തെര ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ പലരും കേട്ടിട്ടുണ്ടാകാൻ ചാൻസ് ഇല്ല ഈ സംഭവം എന്താണെന്നുള്ളത്. ഇത് മാങ്ങ വെച്ചുണ്ടാക്കുന്നൊരു സ്വീറ്റാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ ഒരു ലൈക്കും. അതിനായിട്ട് ഞാൻ 3 മാങ്ങയാണ് ആദ്യം എടുത്തത്. പിന്നെ ഓർത്ത് കുറച്ചുകൂടെ കൂടുതൽ ഉണ്ടാക്കാമെന്ന് ഓർത്ത് അങ്ങനെ 5 മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം മാങ്ങയെല്ലാം കഴുകി നല്ലപോലെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാവേ, നല്ലപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ പ്യൂരി എടുക്കാനായിട്ട് അത് കാരണം കൊണ്ട് നമുക്ക് ഷേപ്പും ഭംഗിയൊന്നും നോക്കേണ്ട കാര്യമില്ല. നല്ല പഴുത്ത മാങ്ങ ഞാൻ എടുത്തത്, പുളി ഒട്ടും വേണ്ടല്ലോ എന്നോർത്ത് നല്ല പഴുത്ത മാങ്ങ ആയിരുന്നു എടുത്തത്. ശരിക്കും ഈ മാങ്ങാത്തെര ഉണ്ടാക്കുന്നത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ പായില്ലേ, തഴപ്പ, അതിൽ മാങ്ങ തൊലിയെല്ലാം കളഞ്ഞ് നല്ലപോലെ ഉരച്ചൊരച്ചൊരച്ച് അതിൻ്റെ പൾപ്പെല്ലാം അതിൽ ഫുള്ള് തേച്ച് വെക്കും. എന്നിട്ട് അത് ഉണങ്ങുന്നത് വരെയും വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കിയെടുക്കും. ചിലപ്പോൾ അത് 5-6 ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും, ചിലപ്പോൾ അത് 8-9 ദിവസമാകും. നമുക്ക് പറയാൻ പറ്റത്തില്ല, ഉണങ്ങുന്ന പോലെ ഇരിക്കും. അപ്പം നല്ലപോലെ അത് ഉണക്കിയെടുക്കും. പക്ഷെ നമ്മളങ്ങനെയല്ല ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ പൾപ്പ് ആദ്യമേ നല്ലപോലെ എടുത്ത് അതൊരു മിക്സിയിനകത്തിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത ശേഷം ഒരു ചീനച്ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു പാനിലോ ഇട്ട് ഇതിൻ്റെ വെള്ളം നല്ലപോലെ വറ്റിച്ചെടുക്കുക. എന്തോരം വെള്ളം കളഞ്ഞെടുക്കുക അത്രയും നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കുന്ന ടൈം കുറഞ്ഞ് കിട്ടും. ഇപ്പം ഞാനെടുത്തത് ഒരു 2 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണ് ഞാനെടുത്തത്. അത്രയും ദിവസമൊക്കെ വേണ്ടി എടുത്തുള്ളൂ. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടേ ഉണങ്ങും. ഞാൻ പിന്നെ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ പിറ്റേ ദിവസം കൂടെ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കി. 2.5 സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ആഡ് ചെയ്ത്. എന്നിട്ടും അത് ഒരു ചെറിയൊരു പുളി ഉണ്ടായിരുന്നു. നമ്മളിത് ഉണക്കി വരുമ്പോഴേക്കും ചെറിയൊരു പുളി രസം ഉണ്ടാവും. അപ്പോൾ കുറച്ചുകൂടെ മധുരം ഒരു 4 സ്പൂണൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ പുളി ഉണ്ടാകത്തില്ല. ഇത് നല്ലപോലെ ഇത് ഇളക്കി കൊടുക്കുക. പിന്നെ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് തിളയ്ക്കുന്ന സമയത്ത് നമ്മുടെ മേത്തേക്ക് തെറിച്ച് വിടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളി. എന്ന് വെച്ചാൽ ഇത് കട്ടിക്കിരിക്കുന്ന കാരണം കൊണ്ട് തിളച്ച് വരുമ്പോഴേക്കും കുമള പൊട്ടി വരുമ്പോഴേക്കും നമ്മുടെ മേത്തേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. ഒന്നുകൂടെ കുറച്ച് നേരം കൂടി ഇട്ട് ഞാൻ പറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് ഈ കൺസിസ്റ്റൻസിയിൽ ഞാനിപ്പോൾ ഓഫ് ചെയ്യുകയാണ് ഫ്ലെയിം. എന്നിട്ട് നമുക്കിത് ചൂടോടെ തന്നെ നമ്മൾ വെക്കുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിനായിട്ട് ഒരു പ്ലേറ്റിലോട്ട് ഓയിൽ പുരട്ടി കൊടുക്കുന്നുണ്ട്. നെയ്യ് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. നെയ്യ് യൂസ് ചെയ്യുമ്പോൾ വേറൊരു രുചിയായിരിക്കും വരുന്നത്. പെട്ടെന്ന് വിട്ടുതരാനായിട്ട് ഈ സൈഡിലോട്ടും കൂടെ തേച്ച് കൊടുക്കാവേ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പകർത്താം. ചൂടോടുകൂടി തന്നെ അത് മൊത്തം പരത്തി വയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് പിന്നെ അത് പരത്താൻ പാടായിരിക്കും. കാരണം ഇത് ഇരിക്കും തോറും തിക്കായിക്കൊണ്ടിരിക്കുമല്ലേ. ഞാൻ അത്യാവശ്യം നല്ലപോലെ വെള്ളം വലിയിച്ചെടുത്ത കാരണം കൊണ്ട് തന്നെ സ്പ്രെഡ് ചെയ്യാൻ ഇച്ചിരി പാട് കേട്ടോ. കാരണം പ്ലേറ്റിൽ ഓയിലും കൂടെ തേച്ച് കൊടുത്തിരിക്കുന്ന കാരണം കൊണ്ട് അത് പരത്തിയെടുക്കാൻ ഇച്ചിരി പാടായിരുന്നു. ഒരു കണക്കിന് എന്തായാലും തേച്ചെടുത്തു. അതേ ഉള്ളൊരു ഇച്ചിരി പാടെന്ന് പറയാൻ. അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ സംഭവം സിമ്പിളാട്ടോ. നമുക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനി ഇത് നമ്മൾ നല്ല വെയിലുള്ളൊരിടത്ത് കൊണ്ടുപോയി വെച്ച് ഉണക്കാൻ പോവുകയാണ്. ഞാൻ ടെറസിൻ്റെ മുകളിലാണ് വെക്കുന്നത്. ഇവിടെ വയ്ക്കുമ്പോൾ നല്ല വൈകുന്നേരം വരെ നല്ല വെയിലായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് ഉണക്കാൻ പോവുകയാണ്. ഒരു തുണിയും കൂടി ഇട്ട് മൂടുന്നുണ്ട് കേട്ടോ, കാരണം പൊടിയൊന്നും വീഴാതിരിക്കാൻ. അപ്പോൾ പിറ്റേ ദിവസവും ഞാൻ വൈകുന്നേരം വരെ വെച്ച് എടുത്താണ് കേട്ടോ ഈ കാണുന്നത്. നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഒട്ടും തന്നെ നമ്മുടെ കയ്യിലൊന്നും പിടിക്കുന്നില്ല. നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് വിട്ടു വരികയും ചെയ്യും. ഒരുപാട് വില പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല സ്മൂത്തായിട്ട് വരുന്നുണ്ട്. എനിക്ക് അടി പിടിക്കുമെന്ന് ഒരു പേടിയുണ്ടായിരുന്നു, പക്ഷേ ഇല്ല കേട്ടോ. പെട്ടെന്ന് വന്നു, നല്ല സ്മൂത്തായിട്ട് വന്നു. ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. കൂടുതലുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാം. മാങ്ങ സീസൺ കഴിഞ്ഞാലും നമുക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും മാങ്ങയുടെ രുചി നാവിൽ നിൽക്കും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. സ്ക്വയറായിട്ട് മുറിച്ചോ അല്ലെങ്കിൽ ഇതുപോലെ നീളത്തിൽ കീറി റോളായിട്ടോ എങ്ങനെ വേണമെങ്കിലും സൂക്ഷിച്ച് വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒരു സ്വീറ്റ് തിന്നണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതൊരെണ്ണം എടുത്ത് കഴിക്കുന്നത് നല്ലതായിരിക്കും. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ കല്ലുവിനെ കാണിച്ചപ്പോഴേക്കും അവൾക്ക് സംഭവം കണ്ടപ്പോൾ ഒരു ആകാംക്ഷ, ഇതെന്താ സാധനം എന്നുള്ളത്. ഞാൻ ഓർത്ത് തുപ്പിക്കളയുമായിരിക്കുന്നു, പക്ഷേ ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിച്ചു അവൾ. എന്തുവാ അതെന്നു? മാങ്ങ 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 മിഠായി, മാങ്ങ മിഠായി.
സൂപ്പറാണ്. മിഠായി കൊള്ളാവോ? മാങ്ങ അവൾക്ക് ഇഷ്ടമാണ്. അങ്ങനെ വലിയ സ്വീറ്റിനോട് താല്പര്യമില്ലെങ്കിലും പക്ഷെ മാങ്ങ കൊടുത്തിട്ടുണ്ടെങ്കിൽ തിന്നാറുണ്ട്. അപ്പോൾ ഇത് കൊടുത്തപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു, തിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ബായ്.